ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 4-ലെ 6-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. ധ്യായതാം സകളമൂർത്തിമീദൃശീമുന്മിഷൻ മധുരതാ ഹൃദാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി തേ വഭാസത്തെ. ഈ 4-ാം ദശകത്തിലെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ അഷ്ടാംഗയോഗ മാർഗത്തിലെ 7 ഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് ഈ ശ്ലോകത്തിൽ 8-ാമത്തെ ഘട്ടമായ സമാധി എന്ന അംഗത്തെക്കുറിച്ചാണ് പറയുന്നത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം എന്നീ 7 ഘട്ടങ്ങൾ വിധിയാവണ്ണം അനുഷ്ഠിച്ചവർക്ക് മാത്രമേ സമാധി എന്ന ഈ 8-ാമത്തെയും അവസാനത്തെയുമായ ഘട്ടത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ധ്യായതാം സകളമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരതാ ഹൃദാത്മനാം. ധ്യായതാം, ഇങ്ങനെ ധ്യാനിക്കുന്നവരുടെ. കഴിഞ്ഞ ശ്ലോകത്തിൽ ദീർഘനാളത്തെ ധാരണാ പരിശീലനം കൊണ്ട് ഭഗവത് രൂപം മനസ്സിൽ ഉറപ്പിച്ചു നിർത്തി പിന്നീട് ധ്യാനാവസ്ഥയിൽ വളരെ കാലം ഈ ഭഗവത് രൂപം ധ്യാനിച്ചുകൊണ്ട് ധ്യാനനിരതരായി ഇരുന്നു കൊള്ളാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവരുടെ, അതാണ് ധ്യായതാം. എന്നാൽ സകളമൂർത്തിയും അവയവങ്ങളോടുകൂടിയ സഗുണരൂപമെടുത്തു വന്ന ആ മൂർത്തി, ആ ഭഗവത് സ്വരൂപം, ഈ ദൃശ്യം ഇപ്രകാരമുള്ള ഉന്മിഷൻ, ഉജ്ജ്വലമായ അല്ലെങ്കിൽ ഉദിച്ചു പൊങ്ങുന്ന അല്ലെങ്കിൽ മറ നീക്കി പുറത്തു വരുന്ന എന്നൊക്കെ അർത്ഥം, മധുരത മാധുര്യമുള്ള, ഹൃദാത്മനാം ഹൃദ് ഹൃദയം, ഹൃദാത്മന ഹൃദയം വശീകരിക്കപ്പെട്ടവരായ, ഉന്മിഷൻ മധുരത ഹൃദാത്മന ഉജ്ജ്വലമായ ആ രൂപത്തിൻ്റെ മാധുര്യം കൊണ്ട് ഹൃദയം വശീകരിക്കപ്പെട്ടവരായ ആ യോഗികൾ. സഗുണരൂപത്തിൽ മനോഹരങ്ങളായ അവയവങ്ങളോടുകൂടിയ ആ ഭഗവത് സ്വരൂപത്തെ ധ്യാനിച്ച് ആ സ്വരൂപത്തിൻ്റെ ഉജ്ജ്വലമായ രൂപമാധുര്യം കൊണ്ട് ഹൃദയം വശീകരിക്കപ്പെട്ടവരായ ആ ധ്യാനയോഗികൾ. അടുത്ത 2 വരികൾ നോക്കാം. സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപം ഐതേ വഭാസത്തെ. അവഭാസത്തെ എന്നാണ്. സാന്ദ്രമോദരസരൂപമാന്തരം, സാന്ദ്രമോദരസം ഘനീഭവിച്ച ആനന്ദരസം നിറഞ്ഞ ചൈതന്യം. ആന്തരം, ആന്തരികമായ കണ്ണുകൾ കൊണ്ട് അല്ലെങ്കിൽ മനക്കണ്ണുകൾ കൊണ്ട് മാത്രമേ ആ ചൈതന്യത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. ബ്രഹ്മരൂപം അയി തേ, അയി അല്ലയോ ഭഗവാനെ, തേ അങ്ങയുടെ ആ ബ്രഹ്മരൂപം അവഭാസതേ പ്രകാശിക്കുന്നു. ഭഗവാന്റെ സഗുണരൂപത്തെ അല്ലെങ്കിൽ അവയവങ്ങളോട് കൂടിയ ആ മനോഹര രൂപത്തെ വളരെ കാലം ധ്യാനിച്ച് ഇരിക്കുന്ന ആ ധ്യാനയോഗികളുടെ മനക്കണ്ണിൽ ഘനീഭവിച്ച പരമാനന്ദരസം നിറഞ്ഞ സച്ചിദാനന്ദ ചൈതന്യമായ അങ്ങയുടെ ആ പരബ്രഹ്മരൂപം അവഭാസതേ തിളങ്ങിത്തെളിയുന്നു അല്ലെങ്കിൽ പ്രകാശിക്കുന്നു എന്ന് അർത്ഥം. നമുക്ക് ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥമൊന്ന് നോക്കാം. ഇപ്രകാരം സകളമൂർത്തിയായ അവയവങ്ങളോട് കൂടിയ ആ ഭഗവത് സ്വരൂപത്തെ ദീർഘനാളത്തെ ധാരണാ പരിശീലനം കൊണ്ട് മനസ്സിൽ ഉറപ്പിച്ച് പിന്നീട് വളരെ കാലം ആ രൂപത്തെ മാത്രം ധ്യാനിച്ച് ഇരിക്കുന്ന ആ ധ്യാനയോഗികളുടെ മനസ്സ് ആ സ്വരൂപത്തിൻ്റെ ഉജ്ജ്വലമായ രൂപമാധുര്യം കൊണ്ട് വശീകരിക്കപ്പെട്ടതായിത്തീരുന്നു. അങ്ങനെ നിരന്തരമായ ഏകാഗ്രതയോടെ സഗുണരൂപത്തെ ധ്യാനിച്ചിരിക്കുന്ന ആ യോഗികളുടെ മനസ്സിൽ ഘനീഭവിച്ച പരമാനന്ദരസം നിറഞ്ഞ സച്ചിദാനന്ദ ചൈതന്യമായ ഭഗവാന്റെ ആ നിഷ്കളമായ നിരാകാരമായ പരബ്രഹ്മസ്വരൂപം അവഭാസതയെ തിളങ്ങിത്തെളിഞ്ഞ് പ്രകാശിക്കുന്നു. ആ ചൈതന്യത്തിൽ
ഭക്തൻ്റെ മനസ്സ് അലിഞ്ഞു ചേരുന്നു. ഭക്തൻ്റെ മനസ്സും ആ നിഷ്കള ചൈതന്യവും ഒന്നായിത്തീരുന്നു. ഇതിനെയാണ് സവികൽപ്പസമാധി എന്നൊക്കെ പറയുന്നത്. ധ്യായതാം സകലമൂർത്തിമീദൃശീമുന്മിഷൻ മധുരതാ ഹൃതാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി തേ വഭാസത്തെ. 7ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.